ഖജനാവ് കാലി, വണ്ടിക്ക് കൂലി കൊടുക്കാൻ കാശില്ല. ഒടുവിൽ നിയമലംഘകരെ പൂട്ടേണ്ട മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വണ്ടികൾ ഷെഡിലായി. എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിന് കീഴിലെ 6 ഡീസൽ വാഹനങ്ങളാണ് ഇന്ധനമടിക്കാൻ പണമില്ലാതെ കട്ടപ്പുറത്ത് വിശ്രമിക്കുന്നത്. റോഡിലെ ചരടുവലികളും ചുവപ്പ് നാടകളും കാരണം ഒടുവിൽ സേഫ് കേരള പദ്ധതി തന്നെ വഴിമുട്ടി. പമ്പുകളിൽ നിന്ന് കാലാകാലങ്ങളായി ഉദാരമായി അടിച്ച ഡീസലിന്റെ കുടിശ്ശിക ലക്ഷങ്ങൾ കടന്നതോടെയാണ് പമ്പുടമകൾ കൈമലർത്തിയത്. എറണാകുളത്ത് മാത്രം ഇന്ധനം ഇനത്തിൽ 3 ലക്ഷത്തോളം രൂപയാണ് കുടിശ്ശിക. കടം വീട്ടാതെ ഡീസൽ തരില്ലെന്ന് പമ്പുകാർ നിലപാടെടുത്തു. ഇതോടെ RTO വണ്ടികൾക്ക് റോഡിലിറങ്ങാൻ യോഗമില്ലാതായി. കേരള റോഡ് സുരക്ഷാ അതോറിറ്റി നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് സേഫ് കേരള സ്ക്വാഡുകളുടെ വാഹനങ്ങൾക്ക് ഇന്ധനം നിറച്ചിരുന്നത്. എന്നാൽ ഇടക്കാലത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റും റോഡ് സുരക്ഷാ കമ്മീഷണറേറ്റും തമ്മിലുണ്ടായ ചില ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നും ഭരണപരമായ കാരണങ്ങളുമാണ് ഫണ്ട് യഥാസമയം അനുവദിക്കുന്നതിന് തടസ്സമായത്. പുതിയ മന്ത്രിസഭ അധികാരമേറ്റതോടെ ഈ വിഷയം പരിഗണനയിലുണ്ടെങ്കിലും ചുവപ്പ് നടയിൽ കുടുങ്ങി ഫണ്ട് റിലീസാകാൻ വൈകുകയാണ്. എറണാകുളത്തെ മാത്രം പ്രതിസന്ധിയല്ല ഇത്. സംസ്ഥാനമൊട്ടാകെയുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളെ ഈ ഫണ്ട് പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഡീസൽ വണ്ടികൾ മാത്രമല്ല, വകുപ്പിന്റെ കയ്യിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ അവസ്ഥയും കഷ്ടത്തിലാണ്. കളക്ട്രേറ്റ് കെട്ടിടത്തിൽ നിന്ന് സൗജന്യമായി ചാർജ് ചെയ്യുന്നത് കൊണ്ട് ഇവ നിലവിൽ ഓടുന്നുണ്ടെന്ന് മാത്രം. ഈ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ഫണ്ട് കാലാകാലങ്ങളായി അനുവദിക്കാത്തതിനാൽ വർക്ക്ഷോപ്പ് ജീവനക്കാർ തുകയ്ക്കായി ഓഫീസിലേക്ക് നിരന്തരം കയറിയിറങ്ങുകയാണ്. അവർ കയറിയിറങ്ങി മടുത്തു. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തത് EVകളുടെ ആയുസ്സിനെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ ഇന്ധന പ്രതിസന്ധി ഉണ്ടാവുകയും തുടർന്ന് ഫണ്ട് അനുവദിച്ച് താൽക്കാലികമായി പരിഹരിക്കുകയും ചെയ്തിരുന്നു. വാഹനങ്ങൾ കട്ടപ്പുറത്തായതോടെ ജില്ലയിലെ റോഡ് സുരക്ഷാ പരിശോധനകൾ പൂർണ്ണമായും മന്ദഗതിയിലായി. ഇനി എവിടെയെങ്കിലും വലിയ റോഡ് അപകടങ്ങളോ നിയമലംഘനങ്ങളോ ഉണ്ടായാൽ ഉദ്യോഗസ്ഥർക്ക് സംഭവസ്ഥലത്തേക്ക് ഓടിയെത്താൻ സ്വന്തം വണ്ടിയില്ല. MVD വണ്ടികൾ കട്ടപ്പുറത്താകാതിരിക്കാൻ ഡ്രൈവർമാർ ഇപ്പോൾ പുതിയൊരു ഡ്യൂട്ടിയിലാണ്. കളക്ട്രേറ്റ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ 2 മാസത്തോളമായി ഡീസൽ ഇല്ലാതെ കിടക്കുന്ന വണ്ടികളുടെ ബാറ്ററി ഡൗൺ ആകാതിരിക്കാനും എൻജിൻ കേടാകാതിരിക്കാനുമായി പാർക്കിംഗ് ഏരിയയിലൂടെ മുന്നോട്ടും പിന്നോട്ടും 1-2 വട്ടം അനക്കും. റോഡിലെ നിയമലംഘകരെ പിടിക്കേണ്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി അനക്കി സമയം കളയുകയാണ്.